റെഡിയാവോ? കോഓപ്പറേറ്റീവ് സൊസൈറ്റി മലയാളിയാ? ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെറിയ ബിൽഡിംഗ് ഇല്ലേ, അത് കടന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ 4 ബിൽഡിംഗ് വൈറ്റ് ബിൽഡിംഗ്, അതിൽ ഫസ്റ്റ് ബിൽഡിങ്ങിന്റെ ബാക്കിൽ. ആ ശരി. ഇവിടെ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നിർത്തിയ വണ്ടി നിർത്തിയ പ്രശ്നമുണ്ടോ? നല്ല പ്രശ്നം. നിങ്ങൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് കറങ്ങി തിരിച്ച് ആക്സസ് ഇല്ല, ഇതിന് ആക്സസ് ഇല്ല, നടന്നു പോകാൻ പറ്റുള്ളൂ. ഇതിന് ആക്സസ് ഇല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ പാർക്കിംഗ് കിട്ടും. ആ സൈഡിൽ നേരെ പോവുക, ആ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ അതിന് മുന്നിൽ പാർക്കിംഗ് ഉണ്ട്. കാണുന്നത് മെയിൻ റോഡിൽ കാണുള്ളൂ. ഞാൻ കുറെ നേരം ലൊക്കേഷൻ അടിച്ചു വരുമ്പോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഈ ടവറെ കാണിക്കുന്നത്. അവൻ അവിടുത്തെ ആക്സസും കാണിക്കുന്നില്ല. അതിന്റെ പേരെന്താ? ബർത്ത്ഡേണോ? ഹാപ്പി ബർത്ത്ഡേ. പിടഞ്ഞാലും ഏനുണ്ട് ഇതാ എന്ത് സംഭവം മനസ്സിലായില്ല. പകരം എന്താണ് എന്നിട്ട് എന്താ പറയാ? തീരെ പ്രതീക്ഷിക്കില്ല. രാവിലെ തന്നെ മെസ്സേജ് കിട്ടിയിരുന്നു. ഇത് തീരെ പ്രതീക്ഷിക്കില്ല. ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഞാൻ അവർക്ക് പറഞ്ഞു ഓർമ്മയില്ലെന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല. എന്താണ് സന്തോഷമായില്ലേ? സന്തോഷമായി. എന്താണ് എന്നിട്ട് ആരാ കൊടുത്തത്? മക്കളാണ്. വൈഫും കൂടി കൂടിയിട്ടായിരിക്കും. എന്താ ഹാപ്പി? സന്തോഷായി, സങ്കടമായി, സന്തോഷായി, രണ്ടും കൂടി ആയില്ലേ? സത്യം പറഞ്ഞാൽ രണ്ടുണ്ട്. സങ്കടമാകാനുള്ള കാരണം പ്രതീക്ഷിക്കാന്നുള്ളൊരു ഇങ്ങനൊക്കെ പാടാൻ പറ്റില്ലേ? ഒന്നും പിടിച്ചതാക്കോ, റെഡിയാവോ? പെട്ടെന്ന് വേർക്കും ചെയ്ത്. അതായത് ഇത് അങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവും. സന്തോഷായില്ലേ? ഹാപ്പി ആയില്ലേ? എന്താണ് മക്കളോട് പറയാനുള്ളത് എന്നിട്ട് വൈഫിനോട്? അതായത് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല ഇത്രയും ഞാൻ അതായത് ഇന്ന് ഈ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, എന്താ പറയാന്ന് എനിക്കറിയില്ല, പറയാൻ വാക്കുകളില്ല. അതന്നെ. എന്താണ് നമ്മളിവിടെ ഇവിടെ എന്തായാലും സന്തോഷം നിലനിൽക്കട്ടെ. പിള്ളേരുണ്ട്, സ്കൂൾ പിള്ളേർ ക്ലാസ്സിൽ രണ്ടുകൂടി ആയില്ലേ? സത്യം പറഞ്ഞാൽ രണ്ടുണ്ട്. റെഡിയാവോ? എന്തായാലും ഇന്ന് സന്തോഷം നിലനിൽക്കട്ടെ. സന്തോഷമായി.